വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. വീട്ടിൽ യൂറോപ്യൻ ടോയ്ലറ്റ് ആണോ? സ്ത്രീകളെ സൂക്ഷിക്കുക. യൂറോപ്യൻ ടോയ്ലറ്റ് വന്നതിൽ പിന്നെ ഇന്ത്യൻ ടോയ്ലറ്റുകളെല്ലാം പഴങ്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായവർക്കും കുട്ടികൾക്കും അധികം ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാം എന്നതാണ് പലരും ഈ ടോയ്ലറ്റുകൾ ബാത്റൂമിൽ വാങ്ങി വെക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ വൃത്തിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് സ്ത്രീകളിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം. പ്രത്യേകിച്ച് യോനിഭാഗത്ത് അണുബാധയ്ക്ക് ഇതൊരു പ്രധാന കാരണമാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലഷ് ചെയ്യുമ്പോൾ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി ആളുകൾ ടോയ്ലറ്റിൽ ദീർഘസമയം ചിലവഴിക്കുന്നവരാണ്. ഇത്തരത്തിൽ ദീർഘസമയം ഇരിക്കുന്നത് ആരോഗ്യ പ്രശ്നത്തിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളിൽ യോനിഭാഗത്ത് അണുബാധ ഉണ്ടാകുന്നതിന് ഇതൊരു കാരണമാണ്. അതുപോലെ തന്നെ പലരും ടോയ്ലറ്റിൽ പോയാൽ അതിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫ്ലഷ് ചെയ്യുന്നു. ഇത് ക്ലോസറ്റിലുള്ള വെള്ളം സ്വകാര്യ ഭാഗത്തേക്ക് തെറിക്കുന്നതിന് കാരണമാകുന്നു. കൂടാതെ മലം വിസർജിക്കുമ്പോൾ ടോയ്ലറ്റിലെ വെള്ളം സ്വകാര്യ ഭാഗത്തേക്ക് തെറിക്കാം. ഇത്തരത്തിൽ ശരീരത്തിലേക്ക് പ്രത്യേകിച്ച് യോനി ഭാഗത്തേക്ക് വെള്ളം തെറിക്കുന്നത് അണുബാധ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അണുക്കൾ അടങ്ങിയിരിക്കുന്ന ഒരു വെള്ളമാണ് ടോയ്ലറ്റിലുള്ളത്. ഇത് കൃത്യമായ രീതിയിൽ കഴുകിയില്ലെങ്കിൽ ചൊറിച്ചിൽ, അണുബാധ എന്നിവയ്ക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് ഇത്തരത്തിലുള്ള വെള്ളം യോനി ഭാഗത്തേക്ക് തെറിക്കുന്നത് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് വരെ കാരണമായേക്കാം. ടോയ്ലറ്റ് സീറ്റ്. പലരും ടോയ്ലറ്റ് സീറ്റ് കൃത്യമായി കഴുകാറില്ല. കഴുകിയാലും വെള്ളം തുടച്ച് നീക്കാറില്ല. ഈ നനഞ്ഞ ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കുന്നത് സ്വകാര്യ ഭാഗത്തിലെ ചർമ്മത്തേക്ക് ഈർപ്പം വരുന്നതിന് കാരണമാകുന്നു. ഈ ഈർപ്പം കൃത്യമായി തുടച്ചു നീക്കിയില്ലെങ്കിൽ ഇത് ഫംഗൽ ബാധയ്ക്ക് കാരണമാകുന്നു. പലപ്പോഴും സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, പഴുപ്പോടുകൂടിയ കുരുക്കൾ എന്നിവയ്ക്കെല്ലാം പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള അശ്രദ്ധകളാണ്. തെറ്റായ ക്ലീനിങ്. പലരും ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോൾ കഴുകുന്നതും അവിടെ ക്ലീൻ ചെയ്യുന്നതും തെറ്റായ രീതിയിലാണ്. ഒരിക്കലും പിറകിൽ നിന്നും മുന്നോട്ട് എന്ന രീതിയിൽ കഴുകാനോ അതുപോലെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി തുടയ്ക്കാനോ പാടുള്ളതല്ല. ഇത് മലദ്വാരത്തിലുള്ള അണുക്കൾ യോനി ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് കാരണമായേക്കാം. അതുപോലെ ചിലർ ടോയ്ലറ്റിൽ ഇരുന്നുകൊണ്ട് ക്ലീൻ ചെയ്യും. ഇത് പലപ്പോഴും മാലിന്യം പൂർണ്ണമായും പോകാതിരിക്കാനും കാരണമാകും. ഇത് യോനി ഭാഗത്ത് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും. അതിനാൽ ക്ലീൻ ചെയ്യുമ്പോൾ മുന്നിൽ നിന്നും പിറകോട്ട് എന്ന രീതിയിൽ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ടോയ്ലറ്റിൽ പോയി വന്നാൽ ഇരു കൈകളും നല്ല വൃത്തിയിൽ കഴുകാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ കൈകളിലെ അഴുക്കും അണുക്കളും സ്വകാര്യ ഭാഗത്തേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ടോയ്ലറ്റ് എന്നും നല്ലപോലെ വൃത്തിയിൽ സൂക്ഷിക്കുക. സാനിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ടോയ്ലറ്റ് സീറ്റ് എല്ലായ്പ്പോഴും സാനിറ്റൈസ് ചെയ്ത് ഉണക്കി വൃത്തിയായി സൂക്ഷിക്കുക. ടോയ്ലറ്റ് സീറ്റ് കവർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് പബ്ലിക് ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരം ടോയ്ലറ്റ് കവർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. യോനി ഭാഗം എല്ലായ്പ്പോഴും വൃത്തിയായി കഴുകി തുടച്ച് സൂക്ഷിക്കുക. അതുപോലെ ടോയ്ലറ്റ് ടിഷ്യൂ ഉപയോഗിക്കുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇവ ഒഴിവാക്കാം. ടോയ്ലറ്റിലേക്ക് നല്ലപോലെ വെന്റിലേഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷവും പോകുന്നതിന് മുമ്പും കൈകൾ സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ ആധുനിക ടോയ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ടോയ്ലറ്റുകളിൽ നിന്നും മാറി യൂറോപ്യൻ ടോയ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റുകൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ടോയ്ലറ്റുകൾ വീടുകളിലേക്ക് എത്തുന്നത്. 90കൾക്ക് ശേഷമാണ് കേരളത്തിൽ യൂറോപ്യൻ ടോയ്ലറ്റുകൾ വ്യാപകമായത്. ഇന്ത്യൻ ടോയ്ലറ്റ് ആണ് യൂറോപ്യൻ ടോയ്ലറ്റിനേക്കാൾ നല്ലത്, അല്ല യൂറോപ്യൻ ടോയ്ലറ്റ് ആണ് ഇന്ത്യൻ ടോയ്ലറ്റിനേക്കാൾ നല്ലത് എന്നിങ്ങനെയുള്ള തർക്കങ്ങൾ ഇതുവരെ അവസാനം ഉണ്ടായിട്ടില്ല. നാം വൃത്തിയായും ചിട്ടയായും സൂക്ഷിച്ചാൽ അനേക രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.